മലയാളികൾക്ക് ഏറെ സുപരിചിതരായ ഗായകരാണ് സഹോദരിമാരായ അമൃത സുരേഷും അഭിരാമി സുരേഷും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ അമൃതയ്ക്കും അഭിരാമിക്കുമെതിരെ സൈബർ ആക്രമണങ്ങളും വ്യാജ പ്രചാരണങ്ങളും നടക്കുകയാണ്. ഇവരുടെ പിതാവായ സുരേഷ് മരിക്കുന്നതിന് മുൻപ് തന്റെ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നുവെന്ന് എറണാകുളത്ത് പ്രവർത്തിക്കുന്ന ചാരിറ്റബിൾ ട്രസ്റ്റിലെ ഭാരവാഹി പറഞ്ഞ വാക്കുകൾ വളച്ചൊടിച്ചാണ് വ്യാജ പ്രചാരണങ്ങൾ മുഴുവൻ നടക്കുന്നത്. ഇപ്പോൾ അമൃതയും അഭിരാമിയും വ്യാജ വാർത്തകളിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. അമൃതയുടെ യൂട്യൂബ് ചാനലിലാണ് ഇരുവരുടെയും പ്രതികരണം വന്നത്. ഒരു വ്യക്തി പറഞ്ഞ കാര്യങ്ങൾ വളച്ചൊടിച്ചാണ് പലരും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത്. സത്യമറിയാതെ ആളുകളെ കല്ലെറിയുന്നത് നിർത്തൂ. മരിച്ചവരെയോ പ്രായമായവരെയോ പോലും സോഷ്യൽ മീഡിയയിൽ വെറുതെ വിടില്ല എന്ന കാര്യം വളരെ വേദനാജനകമാണ്. ഒരു കുടുംബം എത്രമാത്രമാണ് സൈബർ അറ്റാക്കിന് ഇരകളാകുന്നത്? ഇതിനൊരു പരിധി ഉണ്ടാകേണ്ടതല്ലേ? ഇത്തവണ അതെല്ലാ പരിധികളും ലംഘിച്ചു. ഞങ്ങളുടെ ജീവിതം, കുടുംബം, മരിച്ചുപോയ എന്റെ അച്ഛനെ പോലും വിവാദത്തിലേക്ക് വലിച്ചഴച്ചു. ഒരു വ്യക്തി ഒരു ടോക്ക് ഷോയിൽ പറഞ്ഞ വാക്കുകൾ വളച്ചൊടിച്ചു. അത് തെറ്റായി വ്യാഖ്യാനിച്ചു, എല്ലായിടത്തും പ്രചരിപ്പിച്ചു. ഞങ്ങളെ പിന്തുണച്ചവരിൽ ചിലർ പോലും ഞങ്ങൾക്കെതിരെ തിരിഞ്ഞു. അതാണ് ഏറ്റവും വേദനിപ്പിച്ചത്. ഞങ്ങളുടെ ജീവിതം ഒരിക്കലും നിങ്ങളിൽ നിന്നും മറച്ചു വെച്ചിട്ടില്ല. ഒരുമിച്ച് നിന്ന ഒരു ചെറിയ കുടുംബമായിരുന്നു ഞങ്ങളുടേത്. ഒരുമിച്ച് കരഞ്ഞു, ഒരുമിച്ച് ചിരിച്ചു, ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും ഒരുമിച്ച് നേരിട്ടു. എന്റെ അച്ഛൻ ആശ്രമങ്ങളുടെയും ട്രസ്റ്റുകളുടെയും പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു. സംഗീതത്തോടും കുടുംബജീവിതത്തോടും ഒപ്പം ആത്മീയതയോടുമുള്ള താല്പര്യവും മറ്റുള്ളവർക്കായി സേവനം ചെയ്യാനുള്ള മനസ്സും അദ്ദേഹത്തിനുണ്ടായിരുന്നു. മറ്റുള്ളവരെ സഹായിക്കാൻ അവസരം കിട്ടുമ്പോൾ അദ്ദേഹം ഒരിക്കലും പിന്നോട്ട് പോയിട്ടില്ല. ഞങ്ങളുടെ കുടുംബത്തെ അടുത്തറിയാവുന്ന എല്ലാവർക്കും ഇതറിയാം. അച്ഛൻ ഈ ലോകം വിട്ടുപോയിട്ടും ആളുകൾ അദ്ദേഹത്തിന് സമാധാനം കൊടുക്കുന്നില്ല. സത്യമറിയാതെ ആളുകളെ കല്ലെറിയുന്നത് നിർത്തൂ. പകുതി കഥ കേട്ട് ആരുടെയെങ്കിലും പ്രതിച്ഛായ തകർക്കരുത്. എന്റെ അമ്മയെക്കുറിച്ചെങ്കിലും ഒരിക്കലെങ്കിലും ചിന്തിക്കൂ. ഇനിയും ഇത് തുടർന്നാൽ ഞങ്ങൾ നിയമപരമായി മുന്നോട്ട് പോകുമെന്നാണ് അമൃത സുരേഷ് പറഞ്ഞത്. സമൂഹ മാധ്യമങ്ങളിൽ തെറ്റായ കഥകൾ മെനഞ്ഞ് അഭിപ്രായം പറഞ്ഞ് മാനഹാനിയും വ്യക്തിഗതയെ നേരിട്ട പലരും നമുക്കിടയിലുണ്ട്. ജീവിതം പോലും അവസാനിപ്പിച്ചവരുമുണ്ട്. ഇങ്ങനെയും ആരെയും വ്യക്തിഹത്യ ചെയ്യരുത്. കാളപ്പറ്റെന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്ന ആളുകളാണ് നമുക്കിടയിലുള്ള ഭൂരിപക്ഷം പേരും. എന്തെങ്കിലും കേട്ടാൽ അത് കൃത്യമായി അന്വേഷിക്കാനോ ശരിയാണോ എന്ന് തിരക്കാനോ സത്യം തിരിച്ചറിയാനോ ശ്രമിക്കാതെ അഭിപ്രായം പറയുന്നവരാണ് കൂടുതൽ ആളുകളും. അതിനെ മുതലെടുക്കാൻ മറ്റു ചിലരും. ഇതൊക്കെ അവസാനിപ്പിക്കേണ്ടതല്ലേ? ചിന്തിക്കുക.